ഈ ഡോക്ടറിന്റെ വീഡിയോസ് കാണാറുണ്ടോ? റെഗുലറായിട്ട് ഡോക്ടറിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത മെനോപോസിന്റെ വീഡിയോയും കണ്ടിരുന്നു. എന്താണ് ഇവിടെ? മാഡം, എൻ്റെ ഒരു റിലേറ്റീവിന് 1 year ആയി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇതുപോലെ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ ഒത്തിരി ന്യൂലി മാരീഡ് കപ്പിൾസ് വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ അവർ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഹെൽപ്പ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത് ആദ്യം നോക്കാം. പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്ന് അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ചിലപ്പോൾ ഹസ്ബൻഡിനോട് താല്പര്യമില്ലായ്മ കൊണ്ടുവരാം. പക്ഷേ മെഡിക്കൽ പ്രോബ്ലംസ് തന്നെ ഇതിനൊരു കാരണമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിനൊന്നാണ് വജൈനിസ്മസ്, അതായത് മസിൽസിൻ്റെ ഓവറായിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ കാരണം നമുക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരാറുണ്ട്. അത് പല പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഫിയറാണ്. അവർക്ക് സെക്സിനോടുള്ള ഫിയർ കാരണം അങ്ങനെ വരും. അത് ചിലപ്പം ചെറുപ്പത്തിലുണ്ടായ ട്രോമ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു വിഷമം കൊണ്ടായിരിക്കാം. ചിലർക്ക് നോർമലി തന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സെക്സിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ വജൈനൽ ഏരിയയിൽ ഭയങ്കര പെയിൻ കാരണം ബന്ധപ്പെടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഈ വജൈനൽ പെയിൻ ഡിസോർഡേഴ്സിനൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കോസെക്ഷൽ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗൺസിലിംഗ് ചെയ്താലേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ന്യൂ ട്രീറ്റ്മെൻറ്റായിട്ട് എനർജി ബേസ്ഡ് ഡിവൈസസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെറ്റ് പ്ലാസ്മ തെറാപ്പി വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഈ പ്രശ്നമുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയുടെ ഒരു സിംഗിൾ സിറ്റിംഗ് അല്ലെങ്കിൽ 2 സിറ്റിംഗ് ചെയ്താൽ മതി. നമുക്ക് വജൈനൽ ഏരിയയിലെ പെയിനും ഡിസ്കംഫോർട്ടും മാറ്റി ലൂബ്രിക്കേഷൻ നോർമലാക്കാൻ പറ്റും. കാരണം പലപ്പോഴും ബന്ധപ്പെടുമ്പോൾ വേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം വജൈനൽ ഡ്രൈനെസ് ആണ്. അതിപ്പോൾ യങ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. അതുപോലെ തന്നെ മെനോപോസ് ആകുന്ന ഏജിൽ മെനോപോസിലേക്ക് കയറുമ്പോൾ വജൈനൽ ഡ്രൈനെസ് പല സ്ത്രീകൾക്കും വരും. അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷൻ കുറയും, ലൈംഗികതയുടെ താല്പര്യം കുറയും, അതുപോലെ ബന്ധപ്പെടുമ്പോൾ ഭയങ്കരമായ വേദന ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് എനർജി ബേസ്ഡ് ഡിവൈസസ് അല്ലെങ്കിൽ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ടും വജൈനൽ ലൂബ്രിക്കേഷൻ ബെറ്റർ ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയുള്ള കൗൺസിലിംഗ് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ ലൂബ്രിക്കൻസും പലതരത്തിലുള്ള അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻസ് ആണ് പൊതുവേ അതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ ആകുമ്പോൾ അത് വജൈനൽ ഏരിയ ഇച്ചിങ് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ മെനോപോസ് ആയവർക്ക് നമുക്ക് ഈസ്ട്രജൻ ക്രീംസ് പോലത്തെ ക്രീമുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അവരോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയൂ. ഓക്കെ, ഷുവർ ഡോക്ടർ. താങ്ക് യു.